ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ പ്രൊമോ സെഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചയിലെ വിക്രമിൻ്റെയും വേദയുടെയും വിശേഷം എന്ന് പറയുന്നത് വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു എപ്പിസോഡാണ്. കാരണം നമ്മുടെ വിക്രം പോലീസ് കസ്റ്റഡിയിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ സംബന്ധിച്ചുള്ള ചില വിഷയങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച ഫുള്ളായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ഈ ആദ്യ എപ്പിസോഡ് കാണുന്നത് വേദയുടെ മുത്തശ്ശിയും അമ്മയും വന്ന് ഈ വേദയുടെ അവസ്ഥകൾ മനസ്സിലാക്കിയാണ്. കാരണം വിക്രമിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലും വേദേനെ ഇതുവരെയും ആ കുടുംബക്കാർ അംഗീകരിച്ചിട്ടില്ലെന്നും തന്നെ വെറും പുറംപോക്കിൽ കിടക്കുന്ന ഒരു സ്ത്രീക്ക് തുല്യമായിട്ടാണ് കാണുന്നത് എന്നും മനസ്സിലാക്കി വേദയെ വിളിച്ചുകൊണ്ടു പോകുവാൻ വേദയുടെ അമ്മയും മുത്തശ്ശിയും ശ്രമിക്കുമ്പോൾ വേദ ഒരു തീരുമാനമെടുക്കുക. ഞാനിവിടെ എത്രത്തോളം ത്യാഗം സഹിച്ചാലും കഷ്ടപ്പാട് സഹിച്ചാലും എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ വ്യക്തിയുടെ വീട്ടിലായിരിക്കും എൻ്റെ ഇനിയുള്ള ജീവിതം എന്ന് ഒരു തീരുമാനമെടുത്ത് നിരാശയോടുകൂടി മടക്കി അയക്കുന്ന തൻ്റെ മുത്തശ്ശിനെയും അതുപോലെ അമ്മയും മടക്കി അയക്കുന്ന ഒരു കാഴ്ചയാണ് എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത്. ഈ സമയത്ത് വിക്രമിൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ വേദയുടെ അമ്മയോടും മുത്തശ്ശിയോടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ തിരിച്ചു കൊണ്ടുപോകാം, പക്ഷേ ഞങ്ങൾക്ക് ഈ മോളെ ഇതുവരെയും അവൻ്റെ പെണ്ണായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വേദയുടെ തീരുമാനമാണ് അവിടെ അടിയുറച്ച തീരുമാനം. വേദ ഒരു കാരണവശാലും പോകില്ല എന്നൊരു തീരുമാനമെടുക്കുക. അങ്ങനെ നിരാശയോടുകൂടി മുത്തശ്ശിയും അമ്മയും പോകുന്നു. അതിനുശേഷം വേദയെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടി വരുന്നത് നമ്മുടെ ദർശനാട്ടോ. വേദയെ വിവാഹം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ ദർശൻ എത്തുകയും ദർശൻ്റെ വലിയ സൗമ്യമായിട്ടുള്ള ഇടപെടിയിൽ വേദനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപദേശിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക, എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാമെന്നൊക്കെ പറഞ്ഞ് വേദയുടെ മനസ്സിനെ ഒന്ന് മയക്കിയെടുക്കുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ദർശൻ്റെ കൗൺസിലിങ്ങും അല്ലെങ്കിൽ ആ ഉപദേശങ്ങളൊന്നും വേദ അംഗീകരിക്കുന്നില്ല. കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും അംഗീകരിക്കാതെ ദർശനെ മടക്കി അയക്കുന്നു. അപ്പോൾ ഈ സമയത്ത് എന്തായാലും ദർശനൊക്കെ വരുമ്പോൾ വിക്രമിൻ്റെ വീട്ടുകാർ വളരെ സൗമ്യമായിട്ട് രീതിയിൽ അല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നുവെങ്കിലും വേദയുടെ തീരുമാനങ്ങളാണ് അടിയുറച്ച തീരുമാനം എന്ന് പറയുന്നത്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്നൊരു തീരുമാനം എടുത്തത് തന്നെയാണ്. അങ്ങനെ ദർശനെ മടക്കി അയക്കുന്നു. വീണ്ടും ആളുകൾ എത്തുകയാണ്. വീണ്ടും അതിനുശേഷം കാണാൻ പോകുന്നത് നമ്മുടെ വേദയുടെ അനിയത്തി തൻ്റെ കോളേജ് ജീവിതത്തിൽ തനിക്ക് ഒരുപാട് നിന്നയേക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുക. തൻ്റെ കൂട്ടുകാരിൽ നിന്നും ജഗ്ജിയുടെ മോളായിട്ട് ഇത്രയും നാൾ അഭിമാനത്തോടു കൂടി കോളേജിൽ കറങ്ങി പഠിച്ചു നടന്ന വേദയുടെ അനിയത്തിയെ ആളുകൾ വേദയുടെ സംഭവം അല്ലെങ്കിൽ വേദ ഒരു റവടിക്കൊപ്പം പോയി എന്ന വാർത്ത കോളേജിലും ആ നാട്ടിലെല്ലാം പാട്ടാകുകയും അങ്ങനെ കോളേജിലെത്തിയ വേദയുടെ അനിയത്തിയെ തൻ്റെ കൂട്ടുകാർ പോലും അപമാനിക്കുകയും കളിയാക്കുകയും ചെയ്തപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാതെ വിഷമത്തോടു കൂടി വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറയാണ്. അങ്ങനെ വേദയുടെ അമ്മയൊക്കെ പറയാനൊരു കാര്യം ചെയ്യും, ഇനി ആ കോളേജിൽ മോള് പോകണ്ട, എന്തായാലും വേദ മുഖേന നിന്റെ ഭാവി നശിക്കാൻ പാടില്ല, അതുകൊണ്ട് വേറൊരു കോളേജിൽ നിന്നെ ഞങ്ങൾ പഠിപ്പിക്കാമെന്ന് പറയുമ്പോൾ വേദയുടെ അച്ഛൻ പറയുകയാണ്, വേണ്ട, അവൾ ആ കോളേജിൽ തന്നെ പോകണം, ആ കോളേജിൽ തന്നെ പോയി പഠിക്കണം, അവിടെ അവരെ കൊണ്ട് തന്നെ മോളെ അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കുന്ന ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം, അതിന് ഞങ്ങൾ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയാട്ടോ. ഏതായാലും വേദയുടെ ആങ്ങളയായ ശ്രീകാന്തും അതുപോലെ വേദ അച്ഛനും ശങ്കരനും കൂടി ജഡ്ജിയും കൂടി ചില പ്ലാനുകൾ വിക്രമിനെ ഒതുക്കുവാനുള്ള ചില പ്ലാനുകൾ തയ്യാറാക്കി അങ്ങനെ വേദയെ മടക്കിക്കൊണ്ടുപോകാനുള്ള ചില തന്ത്രം അല്ലെങ്കിൽ ചില കുതന്ത്രങ്ങളൊക്കെ മെനയുകയാണ്. അങ്ങനെ ഇതിനിടയിൽ ഈ ശ്രീകാന്തും അതുപോലെ വേദയുടെ അച്ഛനും കൂടെ പോലീസ് സ്റ്റേഷനെ വിളിച്ച് വിക്രമിൻ്റെ ഡീറ്റെയിൽ എല്ലാം അന്വേഷിക്കുകയാണ്. അവൻ എത്ര കേസുണ്ടെന്നും അവൻ എങ്ങനെയാണ് ഇത്രയും ജീവിച്ചതെന്നും ഏതൊക്കെ ക്രിമിനൽ കേസുകളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പോലീസിൽ നിന്ന് വിവരം ശേഖരിക്കുമ്പോൾ വിക്രമിനെ ഒരു ജീവപര്യന്തം തടവിലാക്കുവാനുള്ള എല്ലാ ചാൻസും കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ എല്ലാ തെളിവുകളും കണ്ടെത്തുകയാണ്. അങ്ങനെ ആ സമയത്ത് ഇവരുടെ കയ്യിലായിരിക്കും ഇവരുടെ കയ്യിലായി, അതായത് വേദയുടെ അച്ഛൻ്റെയും ആങ്ങളുടെയും കയ്യിൽ ബോൾ വന്ന് ഇനി വിക്രമിനെ പൂട്ടുവാനും വേദയെ മടക്കി കൊണ്ടുപോകാനും പറ്റുമെന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടാകിയ. അങ്ങനെ പോലീസിനെ കൊണ്ട് പഴയ കേസുകൾ കുത്തിപ്പൊക്കിയ കഞ്ചാവ് കേസും അതുപോലെ അടിപിടി കേസുകളും ഒക്കെ കുത്തിപ്പൊക്കി
വിക്രമിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യിക്കുവാനുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവുകയുണ്ട്. എന്തായാലും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണുന്നത് വിക്രമിനെ അറസ്റ്റ് ചെയ്യുകയാണ്, പോലീസ് വരികയാണ്. പോലീസ് വിക്രമിൻ്റെ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും പേടിച്ചു പോകും. അപ്പോൾ എല്ലാവരും കരുതിയത് വേദയെ തട്ടിക്കൊണ്ടു പോകുന്ന കേസായിരിക്കും എന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ വലിയ വിഷയമൊന്നുമില്ല, വേദ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തട്ടിക്കൊണ്ട് പോകുന്നതല്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന കേസല്ലേ ഉള്ളൂ എന്നൊക്കെ ഓർത്ത് ആശ്വസിച്ചിരിക്കുന്ന സമയത്താണ് എന്താ സാർ വന്നതെന്ന് ചോദിച്ച് വേദ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രമിനെ ഒന്ന് ചോദ്യം ചെയ്യണം, വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് പറയണം. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. കാര്യമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാമെന്നാണ് വേദയോട് പറയുന്നത്. പക്ഷേങ്കിൽ വേദ ചിന്തിക്കുന്നത് തന്നെ തട്ടിക്കൊണ്ട് വന്നതാണ് എന്ന കേസിൻ്റെ പുറത്തായിരിക്കും ഇവർ അറസ്റ്റ് ചെയ്യാൻ വന്നത് എന്നാണ് കരുതിയത്. അങ്ങനെ വേദ പറയുകയാണ്, ഇല്ല സാർ, ഞാൻ വിക്രമിനെ അറസ്റ്റ് ചെയ്യുവാൻ പറ്റില്ല, കാരണം എന്നെ തട്ടിക്കൊണ്ട് പോകുന്നതാണ് എന്ന വല്ല കേസുമാണെങ്കിൽ അത് സത്യമായിട്ടുള്ള കാര്യമല്ല. ഞാൻ വിക്രമിനൊപ്പം ജീവിക്കുവാൻ ഇറങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ട് എൻ്റെയും വിക്രമിനെ അറസ്റ്റ് ചെയ്യുന്നത് എൻ്റെ പേരിലാണെങ്കിൽ അത് നടക്കില്ല എന്ന് പറയാം. അപ്പോൾ പോലീസുകാർ പറയാം, മേഡം അതല്ല കേസ്, അതല്ല, നിങ്ങളുടെ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മറിച്ച് വിക്രം ഒരു ക്രിമിനലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ പഴയ ഒരുപാട് കേസുകളിൽ പ്രതിയാണ് വിക്രം. അതുകൊണ്ട് തന്നെ വിക്രമിന് ഒരു വലിയ കേസിൽ, ക്രിമിനൽ കേസിൽ പ്രതിയാണ്. അതുകൊണ്ട് വിക്രമിനെ ആ കേസിനാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് പറയുകയും അങ്ങനെ വിക്രമിനെ പഴയ കേസുകൾ കുത്തിപ്പൊക്കി അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നൊരു ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ഈ ചങ്ക് പൊട്ടി പോകുക വിക്രമിൻ്റെ അമ്മയ്ക്കും അച്ഛനും സഹോദരങ്ങൾക്കൊക്കെ കേട്ടോ. ആ പഴി മുഴുവൻ വേദയിൽ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. വേദ കാരണമാണ് തൻ്റെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും തൻ്റെ സഹോദരനെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് വിക്രമിൻ്റെ സഹോദരങ്ങളും സഹോദരിയും ഏട്ടത്തിമാരും അമ്മയുമൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ തല താഴ്ത്തി നിൽക്കുന്ന വേദനെ വളരെ ദയനീയമായി നമുക്ക് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ സമയത്ത് തൻ്റെ അമ്മയ്ക്ക് വിക്രമിൻ്റെ അമ്മയ്ക്ക് വേദ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. ഞാൻ മുഖേനയാണ് വിക്രമിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട, 24 മണിക്കൂറിനകം വിക്രമിനെ ഞാൻ രക്ഷിക്കും, ഞാൻ ഇറക്കും എന്ന് പറഞ്ഞ് തൻ്റെ ഇടത്തോടു കൂടി ഒരു ഉറപ്പ് കൊടുത്ത് പുതിയ ദൗത്യമായിട്ട്, അല്ലെങ്കിൽ വിക്രമിനെ രക്ഷിക്കുവാനായിട്ടുള്ള ഒരു ദൗത്യമായിട്ട് വേദ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊരു കാഴ്ചയൊക്കെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുമോ. അതിനുശേഷം കാണുന്ന ഈ സംഭവം അറിഞ്ഞ നമ്മുടെ രാധിക കൊട്ടക്കരിയായി രാധിക പാഞ്ഞു വരികയാണ്, വീട്ടിൽ വരികയും ആ വേദയോട് പറയാം, നീ കാരണമാണ് വിക്രമേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് വേദനെ വളരെ ഹീനമായി തന്നെ ആക്ഷേപിക്കുകയും അതുപോലെ ചീത്ത വിളിക്കുകയും അതുപോലെ വലിയ രീതിയിൽ ഷൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാമോ. എന്തായാലും രാധികയ്ക്ക് അതുപോലെ സ്നേഹമാണ്, ഇഷ്ടമാണ് നമ്മുടെ വിക്രമിനോട്. അപ്പം എന്തായാലും വേദ വന്നപ്പോൾ ചെറിയ വേദനകൾ ഉണ്ടായെങ്കിലും വിക്രമിൻ്റെ വാക്ക്, ഞാനിവിടെ സ്വന്തമായി വിവാഹം കഴിച്ചു കൊണ്ടുവന്നതല്ല എന്നൊരു വാക്ക് നമ്മുടെ രാധികയ്ക്ക് ഒരുപാട് ആശ്വാസമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വിക്രം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഈ കള്ളക്കേസിൻ്റെ പേരിൽ അറസ്റ്റിലാകുന്നത്. അങ്ങനെ ഈ പഴി മുഴുവൻ വേദയുടെ തലയിലിട്ട് വേദനെ അവിടെ ഇട്ട് വേദനിപ്പിക്കുകയും അതുപോലെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന രാധികയുടെ ഒരു മാസ് പ്രകടനം കാണാൻ കഴിയും. അതിനുശേഷം ഞാൻ വിക്രമേട്ടനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് രാധികയും ഒരു ദൗത്യമായിട്ട് ഇറങ്ങുന്നു, വേദയും മറ്റൊരു ദൗത്യമായിട്ട് ഇറങ്ങുന്ന ഒരു രസകരമാകുന്ന ചില നിമിഷങ്ങളൊക്കെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിലുണ്ട്. അതിനുശേഷം വിക്രമിനെ ഇറക്കുവാൻ ഈ ഓട്ടോക്കാരിയായ രാധ താൻ ഇതുവരെയും സമ്പാദിച്ച കാശൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് വിക്രമിനെ ഇറക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ തൻ്റെ രാധയുടെ അമ്മ രാധയെ പിടിച്ചു നിർത്തുകയും അങ്ങനെ അത് നടക്കില്ല, നീ ഇത്ര നാൾ അധ്വാനിച്ച പൈസ നിനക്ക് വേണ്ടിയുള്ളതാണ്, അല്ലാതെ കണ്ട ക്രിമിനലിന് വേണ്ടിയല്ല, നിനക്ക് എന്ത് വിശ്വാസത്തിലാണ് അവനെ ഇനി രക്ഷിക്കുവാൻ നീ ശ്രമിക്കുന്നത്, നിന്നെ കബളിപ്പിച്ചില്ലേ, അവൻ വിവാഹം കഴിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് രാധേനെ തടഞ്ഞു നിർത്തുകയും എന്നാൽ രാധ ഇല്ല, ഞാൻ എൻ്റെ വിക്രമേട്ടൻ എനിക്ക് വേണ്ടി കാത്തിരിക്കും, ഞാനായിരിക്കും വിക്രമേട്ടൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസത്തിൽ തന്നെ അമ്മേനെ വെട്ടിച്ച് അല്ലെങ്കിൽ അമ്മയോട് തട്ടിക്കയറി അവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ രാധയുടെ അമ്മ ഒരു ഭീഷണി മുഴക്കുക, നീ ഇന്ന് വിക്രമിനെ രക്ഷിക്കുവാൻ വേണ്ടി പൈസയുമായിട്ട് പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയാം. ഈ സമയത്ത് രാധ പറയാണ്, അമ്മ ആത്മഹത്യ ചെയ്യുമെങ്കിൽ ചെയ്യ്, എനിക്ക് വിക്രമേട്ടനെ ഇറക്കണമെന്ന് പറഞ്ഞ് തൻ്റെ ഇടത്തോടു കൂടി ഇറങ്ങുമ്പോൾ രാധയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിക്കുകയും അതിനുശേഷം നീ പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ രാധ ആ പൈസ അവിടെ ഉപേക്ഷിച്ച് എൻ്റെ ഓട്ടോ വിറ്റിട്ടാണ് ഞാൻ വിക്രമേട്ടനെ ഇറക്കുമെന്ന് പറഞ്ഞ്
പോകുന്ന ഒരു ഭാഗങ്ങളൊക്കെ അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിലുണ്ട്. അതിനുശേഷം ഈ സമയത്ത് നമ്മുടെ വേദ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും ചെന്ന് കാര്യങ്ങൾ തിരക്കി ജാമ്യത്തിലിറക്കണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ പോലീസുകാർ പറയുകയാണ്, ഇല്ല, നിങ്ങൾക്ക് എത്രയും വേഗം വിക്രമിനെ ഇനി രക്ഷപ്പെടുത്തണമെങ്കിൽ ഇനി എത്രയും വേഗം ഒരു വക്കീലുമായി വന്ന് നിങ്ങൾ ഇറക്കാൻ പറയുകയും അങ്ങനെ ആ ഒരു ആശ്വാസത്തോടു കൂടി വേദ മറ്റ് വക്കീലുമാരെ എല്ലാം അടുക്കൽ ചെന്ന് വിക്രമിനെ ഇറക്കുവാൻ വേണ്ടി അപേക്ഷിക്കുക. എന്നാൽ ജഡ്ജി ഇതിൻ്റെ അകത്ത് സ്വാധീനമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയുടെ വാക്യം പ്രകാരമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും ഒരു വക്കീലുമാരും വിക്രമിനെ രക്ഷിക്കുവാൻ വേണ്ടി വരാത്ത സാഹചര്യത്തിൽ ഒടുവിൽ നമ്മുടെ വേദ തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയിരുന്ന ദർശൻ്റെ അടുക്കൽ ചെല്ലുകയും അങ്ങനെ ദർശൻ്റെ അടുക്കൽ ചെന്ന് ദർശനോട് കാര്യങ്ങൾ പറഞ്ഞ് ദർശനെ കൊണ്ട് വിക്രമിനെ ഇറക്കുവാനുള്ള പോലീസ് സ്റ്റേഷനിൽ ഇറക്കുവാനുള്ള ചില തന്ത്രപ്രധാനമാകുന്ന നീക്കങ്ങളൊക്കെ നടത്തുന്നതാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും വേദയുടെ വാക്ക് കേട്ട് നമ്മുടെ ദർശൻ വിക്രമിനെ രക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങുന്നു. അതിലൂടെ വേദയെ തിരിച്ചു കൊണ്ടുവരാമെന്നൊരു ലക്ഷ്യമൊക്കെ അല്ലെങ്കിൽ തന്നെ സ്വന്തമാക്കാമെന്നൊരു ലക്ഷ്യമൊക്കെ നമ്മുടെ ദർശനുണ്ട്. അതിനിടയിൽ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന സംഭവം എന്ന് പറയുന്നത് തൻ്റെ അച്ഛനും ആങ്ങളെയുമാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കിയ വേദ നമ്മുടെ വേദയുടെ അച്ഛനെയും അതുപോലെ ആങ്ങളെയും യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയിൽ തടഞ്ഞു നിർത്തുകയും അവർ അപേക്ഷിക്കുകയും ഒടുവിൽ ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അടുത്ത ആഴ്ച എപ്പിസോഡിലുണ്ട്. എന്നാൽ ഈ സമയത്ത് വേദയുടെ അച്ഛൻ പറയാണ്, ഞാൻ അവനെ രക്ഷിക്കാം, അവൻ്റെ പേരിൽ അവനെ ജീവപര്യന്തം കിടക്കുവാനുള്ള അല്ലെങ്കിൽ ജയിലിൽ കിടക്കുവാനുള്ള വകുപ്പുകളുണ്ട്, പക്ഷേങ്കിൽ ഞാൻ അവനെ കേസിൽ നിന്ന് ഊരിത്തരാം. പക്ഷേങ്കിൽ മോള് മടങ്ങി അവൻ്റെ ജീവിതത്തിൽ നിന്ന് മടങ്ങി അവൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങി എൻ്റെ വീട്ടിൽ വരണം, നമ്മുടെ വീട്ടിൽ വരണമെന്ന് പറയുമ്പോൾ ഇല്ല, ഒരിക്കലും നടക്കില്ല, അല്ലാതെ തന്നെ ഞാൻ വിക്രമിനെ രക്ഷിക്കും എന്ന് പറയുന്ന ചില തീരുമാനങ്ങളൊക്കെ വേദ എടുക്കുന്നതാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും ഇതൊരു പ്രമോ വിശേഷമാണ്. എല്ലാ ദിവസവും റിയൽ വിശേഷവുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.